ഇന്ന് നമ്മൾ പുതിയ ഒരു കോൺസെപ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. കുഡ് എന്ന ഒരു വാക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മൾ അതിനെപ്പറ്റിയുള്ള ലെസൺസും ചെയ്തിട്ടുണ്ട്. കുഡ് എന്നാൽ കഴിയുമായിരുന്നു എന്ന മീനിങ്ങിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. പക്ഷേ കുഡ് ഹാവ് എന്ന് ഉപയോഗിക്കുമ്പോൾ എന്താണ് അതിന് വരുന്ന വ്യത്യാസം? അതിൻ്റെ മലയാളം മീനിങ് നോക്കുകയാണെങ്കിൽ കഴിയുമായിരുന്നു എന്ന ഒരു മീനിങ് തന്നെയാണ്. അപ്പോൾ കുഡ് എന്ന് പറഞ്ഞാൽ കഴിയുമായിരുന്നു, കുഡ് ഹാവ് എന്ന് പറഞ്ഞാലും കഴിയുമായിരുന്നു എന്ന മീനിങ് തന്നെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണത് മനസ്സിലാക്കുക? ഒരു കോണ്ടെക്സ്റ്റിൽ, ഒരു സിറ്റുവേഷനിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്? കഴിയുമായിരുന്നു എന്ന അർത്ഥം ആണ് കിട്ടേണ്ടതെങ്കിൽ കുഡ് ഉപയോഗിക്കണോ കുഡ് ഹാവ് ഉപയോഗിക്കണോ എന്നൊരു കൺഫ്യൂഷൻ വരില്ലേ? അപ്പോൾ അത് കുഡ് ആൻഡ് കുഡ് ഹാവ്, അതുപോലെ തന്നെ ഷുഡ് ആൻഡ് ഷുഡ് ഹാവ്, ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഷുഡ് ഉപയോഗിക്കുന്ന സ്ഥലത്തല്ല ഷുഡ് ഹാവ് ഉപയോഗിക്കേണ്ടത്. മേ ഹാവ് ഉപയോഗിക്കേണ്ടിടത്തല്ല മേ ഉപയോഗിക്കേണ്ടത്. മൈറ്റ് ഉപയോഗിക്കേണ്ട സ്ഥലത്തല്ല മൈറ്റ് ഹാവ് ഉപയോഗിക്കേണ്ടത്. വിൽ ഉപയോഗിക്കേണ്ടിടത്ത് വിൽ ഹാവ് ഉപയോഗിച്ചാലും ശരിയാകില്ല. അപ്പോൾ എവിടെയാണിത് കൃത്യമായിട്ട് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് കുഡ് ആൻഡ് കുഡ് ഹാവ് നോക്കാം. കുഡ് എന്നാൽ കഴിയുമായിരുന്നു. കുഡ് ഉപയോഗിക്കുമ്പോൾ ആ സെൻറ്റൻസിൽ എങ്ങനെയാണ് സ്ട്രക്ചർ, അതുപോലെ കുഡ് ഹാവ് ഉപയോഗിക്കുമ്പോൾ എന്താണ് സ്ട്രക്ചർ, അത് രണ്ടും വളരെ ഡിഫറെൻ്റ് ആണ്. കുഡ് ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞാൽ കുഡ്, പിന്നെ ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ ബേസ് ഫോം അല്ലെങ്കിൽ V1 ഫോമാണ്. ഫോർ എക്സാമ്പിൾ, ഐ കുഡ് റൈറ്റ്, ഐ കുഡ് സിങ്, ഐ കുഡ് റൺ, ഐ കുഡ് ഡാൻസ്, ഇങ്ങനെയൊക്കെ കുഡ് കഴിഞ്ഞ് വേർബിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കുക. അതേസമയം കുഡ് ഹാവ് ആണെങ്കിൽ സബ്ജക്റ്റ് കഴിഞ്ഞാൽ കുഡ് ഹാവ് ഉപയോഗിക്കാം, പക്ഷേ അത് കഴിഞ്ഞ് ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ V1 ഫോമല്ല V3 ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇപ്പോൾ റൈറ്റ് എന്നത് ഒരു ബേസ് ഫോം ഓഫ് ദ വേർബാണ്. അതേസമയം നമുക്ക് കുഡ് ഹാവ് ഉപയോഗിക്കുമ്പോൾ V3 ഫോമാണ് ഉപയോഗിക്കേണ്ടതെന്ന് എന്ന് പറഞ്ഞാൽ റിട്ടൺ എന്ന് ഉപയോഗിക്കണം. ഐ കുഡ് ഹാവ് റിട്ടൺ, ഐ കുഡ് ഹാവ് റൺ, ഐ കുഡ് ഹാവ് സങ്, ഐ കുഡ് ഹാവ് റെഡ്, അങ്ങനെ. അപ്പോൾ സ്ട്രക്ചർ തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. കുഡ് ഉപയോഗിക്കുമ്പോൾ കുഡ് കഴിഞ്ഞിട്ട് V1 ഫോം ഉപയോഗിക്കണം. കുഡ് ഹാവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുഡ് ഹാവ് കഴിഞ്ഞിട്ട് V3 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സ്ട്രക്ചർ തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. ഇനി അതിൻ്റെ മീനിങ് ഒക്കെ നമുക്ക് നോക്കാം. കുഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് എബിലിറ്റി കാണിക്കുന്നതിനാണ്. ഇപ്പോൾ പണ്ട് അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ? ചെറുപ്പത്തിൽ എനിക്ക് പാടാൻ കഴിയുമായിരുന്നു, പക്ഷേ ഇപ്പോൾ വോയിസൊക്കെ ആകെ പോയി, ഇനി അതൊന്നും പറ്റില്ല, ഇപ്പോൾ എനിക്ക് പറ്റില്ല, നൗ ഐ കാൺട്ട്. ചെറുപ്പത്തിൽ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോൾ പറ്റുന്നില്ല. ചെറുപ്പത്തിൽ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നു, ഡാൻസ് ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നു, ഐ കുഡ് ഡാൻസ്, പക്ഷേ നൗ ഐ കാൺട്ട്. ഒട്ടും ബോഡിയൊന്നും ഇപ്പോൾ ഒട്ടും ഫ്ലെക്സിബിൾ അല്ല, അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറ്റുന്നില്ല. അപ്പോൾ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു എബിലിറ്റി, പാസ്റ്റ് എബിലിറ്റി കാണിക്കുന്നതിനാണ് കുഡ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കഴിയുന്നില്ല, പാസ്റ്റിൽ കഴിയുമായിരുന്നു എന്ന് കാണിക്കുന്നതിന്. ഒരു എക്സാമ്പിൾ, വെൻ ഐ വാസ് ഇൻ 10th സ്റ്റാൻഡേർഡ് ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് കോൺഫിഡൻ്റ്ലി. എനിക്ക് 10th സ്റ്റാൻഡേർഡിലായിരുന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് കോൺഫിഡൻസോടുകൂടി സംസാരിക്കാൻ കഴിയുമായിരുന്നു, വെൻ ഐ വാസ് ഇൻ 10th. പക്ഷേ ഇപ്പോൾ കഴിയുന്നില്ല എന്നാണ്. അത് പാസ്റ്റ് എബിലിറ്റിയാണ്. 10th കഴിയുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെ കോൺഫിഡൻസോടുകൂടി സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് എബിലിറ്റി, അന്ന് അങ്ങനെയുള്ള, അതായത് ഒരു പാസ്റ്റിലെ എബിലിറ്റി അല്ലെങ്കിൽ ഒരു പവർ, അതല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി, അതൊക്കെ പറയുന്നതിനാണ് കുഡ് ഉപയോഗിക്കുന്നത്. ഐ കുഡ് സിങ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഐ കുഡ് സ്പീക്ക്, പക്ഷേ ഇപ്പോൾ പറ്റുന്നില്ല. ഇനി കുഡ് ഹാവ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? പാസ്റ്റിൽ ഒരു കാര്യം എനിക്ക് സാധിക്കുമായിരുന്നു, പക്ഷെ ചെയ്തില്ല. ചെയ്യാൻ സാധിക്കുമായിരുന്ന ഒരു കാര്യം ചെയ്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, അവിടെയാണ് കുഡ് ഹാവ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഇന്നലെ സൺഡേ ആയിരുന്നു, നിനക്ക് വേണമെങ്കിൽ അവിടെ പോകാൻ സാധിക്കുമായിരുന്നു, പക്ഷേ ചെയ്തില്ല.
അവിടെയാണ് കുഡ് ഹാവ്. യു കുഡ് ഹാവ് ഗോൺ ദർ. ഇറ്റ് വാസ് സൺഡേ യെസ്റ്റർഡേ. ഇന്നലെ സൺഡേ ആയിരുന്നു, നിനക്ക് അവിടെ പോകാൻ കഴിയുമായിരുന്നു, പക്ഷേ നീ പോയില്ല. ഇറ്റ് വാസ് യുവർ ഫോൾട്ട് എന്ന രീതിയിലാണ് പറയുന്നത്. ഇറ്റ് വാസ് യുവർ മിസ്റ്റേക്ക്. ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു കാര്യം ചെയ്തില്ല. അതിനാണ് കുഡ് ഹാവ് പ്ലസ് V3 ഫോം ഉപയോഗിക്കുന്നത്. യു കുഡ് ഹാവ് ഗോൺ ദർ. യു കുഡ് ഹാവ് കഴിഞ്ഞിട്ട് ഗോൺ. ഗോൺ എന്നത് ഗോ എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ V3 ഫോമാണ്. അപ്പോൾ കുഡ് ഹാവ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് V3 ഫോമാണ്. യു കുഡ് ഹാവ് ഗോൺ ദർ. യു കുഡ് ഹാവ് സങ് എ സോങ്. നിങ്ങൾക്ക് ഒരു പാട്ട് പാടാൻ കഴിയുമായിരുന്നു. യു കുഡ് ഹാവ് കം ഹിയർ. നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയുമായിരുന്നു, പക്ഷേ വന്നില്ല. യു കുഡ് ഹാവ് മെറ്റ് ഹിം. നിങ്ങൾക്ക് അവനെ മീറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ ചെയ്തില്ല. പല കാരണങ്ങൾ കൊണ്ട്, ഡ്യൂ ടു സം റീസൺസ്, അത് നമ്മൾ ഒഴിവാക്കുന്നു, ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് കുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് നൈറ്റ് യു കുഡ് ഹാവ് സ്റ്റഡീഡ് ബട്ട് യു ഡിഡ് നോട്ട് സ്റ്റഡി. യു ഡിഡ്ന്റ് സ്റ്റഡി. ഇന്നലെ രാത്രി നിനക്ക് പഠിക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ നീ പഠിച്ചില്ല. ഇറ്റ് വാസ് യുവർ മിസ്റ്റേക്ക്. ഇന്നലത്തെ മീറ്റിങ്ങിൽ നിനക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ നീ സംസാരിച്ചില്ല. അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ. യു കുഡ് ഹാവ് സ്പോക്കൺ സംതിങ് ഇൻ ദ മീറ്റിംഗ്. യു കുഡ് ഹാവ് സ്പോക്കൺ സംതിങ് ഇൻ ദ മീറ്റിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആ മീറ്റിങ്ങിൽ പറയാമായിരുന്നു, പക്ഷേ പറയാൻ സാധിക്കുമായിരുന്നു, പക്ഷേ പറഞ്ഞില്ല. യു ഡിഡ് നോട്ട് സ്പീക്ക്. യു കുഡ് ഹാവ് സ്പോക്കൺ സംതിങ് ഇൻ ദ മീറ്റിംഗ് ബട്ട് യു ഡിഡ്ന്റ് സ്പീക്ക്. അപ്പോൾ കുഡ് ആൻഡ് കുഡ് ഹാവ് എന്നതിൻ്റെ ഒരു ഉപയോഗത്തിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ. സ്ട്രക്ചറിലും ഡിഫറൻസ് ഉണ്ട്. ഇനി നമുക്ക് ഷുഡ് ആൻഡ് ഷുഡ് ഹാവ്. ഷുഡ് ഉപയോഗിക്കുമ്പോൾ ഷുഡ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് V1 ഫോം തന്നെയാണ്. പക്ഷേ ഷുഡ് ഹാവ് ഉപയോഗിക്കുമ്പോൾ വേർബിൻ്റെ V3 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഷുഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതണം. ഷുഡ് ഹാവ് റിട്ടൺ എന്ന് പറഞ്ഞാൽ എഴുതണമായിരുന്നു. അവിടെ ഡിഫറൻസ് നോക്കൂ. ഷുഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരാളെ ഉപദേശിക്കാൻ അല്ലെങ്കിൽ ടു സജസ്റ്റ് സംതിങ്, ഒരു കാര്യം നമുക്ക് സജസ്റ്റ് ചെയ്യാനൊക്കെയാണ് ഷുഡ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്യണം എന്നർത്ഥത്തിൽ നമ്മൾ പറയില്ലേ അത്. ഫോർ എക്സാമ്പിൾ യു ഷുഡ് റൈറ്റ് സംതിങ്. നിങ്ങൾ എന്തെങ്കിലും എഴുതണം. യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ. നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. യു ഷുഡ് റൈറ്റ് എ ലെറ്റർ ടു ഹിം. നീ അവന് ഒരു ലെറ്റർ എഴുതണം. ഇതൊക്കെ ഉപദേശങ്ങളാണ്. അപ്പോൾ ഷുഡ് കഴിഞ്ഞിട്ട് V1 ഫോമാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ ചെയ്യണം എന്നർത്ഥത്തിൽ. പക്ഷേ ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നത് അങ്ങനെ ചെയ്യണമായിരുന്നു, ആ കാര്യം നടന്നില്ല, പക്ഷേ അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നർത്ഥത്തിൽ. യു ഷുഡ് ഹാവ് ഗോൺ ദർ. നീ അവിടെ പോകണമായിരുന്നു, അതാണ് ചെയ്യേണ്ടിയിരുന്നത്, പക്ഷേ അത് നടന്നില്ല. യു ഷുഡ് ഹാവ് മെറ്റ് മീ. നീ എന്നെ കാണണമായിരുന്നു. യു ഷുഡ് ഹാവ് മെറ്റ് മീ. എന്നെ കാണണമായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല. ഐ ഷുഡ് ഗോ. ഞാൻ അവിടെ പോകണം. ഐ ഷുഡ് ഹാവ് ഗോൺ ദർ. ഞാനവിടെ പോകണമായിരുന്നു. യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ. നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. യു ഷുഡ് ഹാവ് കൺസൾട്ടഡ് എ ഡോക്ടർ. നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമായിരുന്നു. മനസ്സിലായില്ലേ ഡിഫറൻസ്? അപ്പോൾ ഷുഡ് ഉപയോഗിക്കുമ്പോഴും ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നതും തമ്മിൽ വളരെ ഡിഫറൻ്റാണ്. അതിൻ്റെ സ്ട്രക്ചർ ഡിഫറൻ്റാണ്, അതിൻ്റെ മീനിങ്ങും വളരെ ഡിഫറൻ്റാണ്. ഇനി അടുത്തത് മേ ആൻഡ് മേ ഹാവ്. മേ ഉപയോഗിക്കുമ്പോൾ മേ കഴിഞ്ഞിട്ട് V1 ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കേണ്ടത്. അതാണ്. അതേസമയം മേ ഹാവ് ആണെങ്കിൽ മേ ഹാവ് കഴിഞ്ഞിട്ട് V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കേണ്ടത്. സ്ട്രക്ചർ ഡിഫറൻ്റ് ആണ്. ഇനി ഏത് സിറ്റുവേഷനിലാണ് അത് ഉപയോഗിക്കുന്നത്? മേ ഉപയോഗിക്കുന്നതും മേ ഹാവ് ഉപയോഗിക്കുന്നതും രണ്ടും പോസിബിലിറ്റി കാണിക്കുന്നതിനാണ്. പക്ഷേ ഇത് രണ്ടും ഡിഫറെൻറ്റ് വേസിലാണ് ഉപയോഗിക്കുന്നത്. രണ്ട് ഡിഫറെൻറ്റ് വേ ഉണ്ട് അതിന്. ഇപ്പോൾ ഇറ്റ് മേ റെയിൻ ടുഡേ എന്ന് പറഞ്ഞാൽ മഴ പെയ്തേക്കാം, അതൊരു സാധ്യതയാണ് അല്ലേ? ഒരു നല്ല സാധ്യതയുണ്ട്. കുഞ്ഞ് സാധ്യതയല്ല, ചെറിയ സാധ്യതയല്ല, ഒരു നല്ല സാധ്യതയുണ്ട്. മഴ പെയ്തേക്കാം എന്ന് പറയുമ്പോൾ ഇറ്റ് മേ റെയിൻ ടുഡേ. റെയിൻ എന്നത് വേർബിൻ്റെ V1 ഫോമാണ്. മഴ പെയ്യുക എന്നതിൻ്റെ V1 ഫോമാണ് റെയിൻ. ഇറ്റ് മേ റെയിൻ. അപ്പോൾ മേ കഴിഞ്ഞിട്ട് V1 ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം മേ ഹാവ് ഉപയോഗിക്കുന്നത്
രവി മേ ഹാവ് ഗോൺ ദർ. അവൻ അവിടെ പോയിട്ടുണ്ടാകാം. രവി മേ ഹാവ് ഗോൺ ദർ. നോക്കൂ, മേ ഹാവ് കഴിഞ്ഞിട്ട് ഗോൺ. രവി അവിടെ പോയിട്ടുണ്ടാകാം. അതൊരു സാധ്യതയാണ്, അതൊരു പോസിബിലിറ്റിയാണ്. ഹി മേ ഹാവ് ഈറ്റൺ ഫുഡ്. അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകാം. ഉറപ്പല്ല, ഒരു സാധ്യത. മേ ഹാവ് ഈറ്റൺ. ഈറ്റൺ എന്നത് വേർബിൻ്റെ, ഈറ്റ് എന്ന വേർബിൻ്റെ V3 ഫോമാണ്. അപ്പോൾ മേ ഉപയോഗിക്കുന്നത് എവിടെയാണ്, മേ ഹാവ് ഉപയോഗിക്കുന്നത് എവിടെയാണ് എന്ന് മനസ്സിലായല്ലോ. രണ്ടും പോസിബിലിറ്റി കാണിക്കാൻ തന്നെയാണ്, പക്ഷേ ഡിഫറൻ്റാണ്. ഇനി മൈറ്റ് ആൻഡ് മൈറ്റ് ഹാവ്. മൈറ്റ് എന്നത് മേ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസാണ്. ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് മേ എന്നത് മൈറ്റ് ആക്കി മാറ്റണം. ഫോർ എക്സാമ്പിൾ, ഹീ സെഡ് ടു മീ ഇറ്റ് മേ റെയിൻ ടുഡേ എന്നാണ് ഒരാൾ പറയുകയാണ്, ഒരു കുട്ടി പറയുകയാണ്. അത് നമ്മൾ വേറൊരാളോട് പറയുന്നതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ ഹീ ടോൾഡ് മീ ദാറ്റ് ഇറ്റ് മൈറ്റ് റെയിൻ ദാറ്റ് ഡേ എന്നാക്കും. അപ്പോൾ ഒരു മൈറ്റ് എന്ന് മാറിയില്ലേ. അതിപ്പോൾ ഷാലാണെങ്കിൽ ഷുഡാവും, ക്യാനാണെങ്കിൽ കുഡാവും, വില്ലാണെങ്കിൽ വുഡാവും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോഴാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. അവിടെ മൈറ്റ് എന്നതിൻ്റെ ഒരു ഉപയോഗം ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് മൈറ്റ് ഉപയോഗിക്കുന്നത് പോസിബിലിറ്റി കാണിക്കുന്നതിനാണ്. അതേപോലെ തന്നെ മൈറ്റ് ഹാവ് ഉപയോഗിക്കുന്നതും പോസിബിലിറ്റി കാണിക്കുന്നതിനാണ്. പക്ഷേ അത് ഡിഫറൻറ്റ് വേയിലാണെന്ന് മാത്രം. മൈറ്റ് ഉപയോഗിക്കുമ്പോൾ അതിന് ഒരു മേ ഉപയോഗിക്കുന്നത് പോലെയല്ല, അതിനേക്കാളും കുറഞ്ഞ പോസിബിലിറ്റിയാണുള്ളത്. ഇറ്റ് മേ റെയിൻ ടുഡേ എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചില്ലേ. പക്ഷേ ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ എന്ന് പറഞ്ഞാലും മഴ പെയ്തേക്കാം, ഒരു പക്ഷേ മഴ പെയ്തേക്കാം എന്നാണ്. അപ്പോൾ ചാൻസസ് വളരെ കുറവാണ്. അവിടെയാണ് മൈറ്റ് ഉപയോഗിക്കുന്നത്. അതാണ് മേ ഉപയോഗിക്കുമ്പോഴും മൈറ്റ് ഉപയോഗിക്കുന്നത് തമ്മിലുള്ള ഡിഫറൻസ്. ഹീ മൈറ്റ് ഹാവ് ഗോൺ ദർ. ഹീ മൈറ്റ് ഹാവ് ഗോൺ ദർ. അവൻ അവിടെ പോയിട്ടുണ്ടാകാം, ഒരു പക്ഷേ പോയിട്ടുണ്ടാകാം എന്നാണ്. അവിടെ മേ ഹാവ് ഉപയോഗിക്കുന്നതിനേക്കാളും ചാൻസസ് വളരെ കുറഞ്ഞു, ലോ പോസിബിലിറ്റിയാണ്. അപ്പോൾ അതാണ് മൈറ്റ് ഉപയോഗിക്കുമ്പോഴും അത് കഴിഞ്ഞിട്ട് V1 ഫോമാണ് ഉപയോഗിക്കുന്നത്. മൈറ്റ് ഹാവ് ഉപയോഗിക്കുമ്പോൾ V3 ഉപയോഗിക്കണം. ഇറ്റ് മൈറ്റ് റെയിൻ, മൈറ്റ് കഴിഞ്ഞിട്ട് V1 ഫോം. ഹീ മൈറ്റ് ഹാവ് ഗോൺ ദർ. അവൻ അവിടെ ഒരു പക്ഷേ പോയിട്ടുണ്ടാകാം. മൈറ്റ് ഹാവ് ഗോൺ, അവിടെയും V3 ഫോമാണ് ഉപയോഗിച്ചത്. ഇനി അടുത്തത് വിൽ ആൻഡ് വിൽ ഹാവ്. അത് തമ്മിൽ എന്താണ് വ്യത്യാസം? വിൽ എന്നുപയോഗിക്കുന്നത് ഫ്യൂച്ചർ ടെൻസിലാണ്. വിൽ ഹാവ് ഉപയോഗിക്കുന്നതും ഫ്യൂച്ചറിലെ കാര്യം പറയുന്നതിന് തന്നെയാണ്. പക്ഷേ ഉപയോഗിക്കുന്ന കോണ്ടെക്സ്റ്റുകൾ ഡിഫറൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഹീ വിൽ കം ടുമാറോ. അവൻ നാളെ വരും, അല്ലേ? ഹീ വിൽ കം, വിൽ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് വേർബിൻ്റെ V1 ഫോമാണ്. ഹീ വിൽ സിങ് എ സോങ് ടുമാറോ. നാളെ അവനൊരു പാട്ട് പാടും. ഹീ വിൽ റൈറ്റ് എ ലെറ്റർ. അവനൊരു ലെറ്റർ എഴുതും. ദേ വിൽ മീറ്റ് മീ. അവർ എന്നെ മീറ്റ് ചെയ്യും. അപ്പോൾ വില്ല് കഴിഞ്ഞിട്ട് വേർബിൻ്റെ V1 ഫോമാണ് ഉപയോഗിക്കുന്നത്. അത് ഫ്യൂച്ചർ ടെൻസിലെ ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ വിൽ ഉപയോഗിക്കുന്നത്. ഇനി വിൽ ഹാവ് എന്നുപയോഗിക്കുന്നത് എവിടെയാണ്? ഹീ വിൽ ഹാവ് മെറ്റ് ഹിം. ഹീ വിൽ കം എന്ന് പറയുമ്പോൾ അവൻ വരും. ഹീ വിൽ കം ടുമാറോ എന്ന് പറഞ്ഞാൽ അവൻ നാളെ വരും. ഹീ വിൽ ഹാവ് കം ബൈ ദിസ് ടൈം ടുമാറോ. നാളെ ഈ സമയമാവുമ്പോഴേക്കും അവൻ വന്നിട്ടുണ്ടാകും, അതായത് വന്നിരിക്കും. ആ സമയമാവുമ്പോഴേക്കും അവൻ ഇവിടെ എത്തിയിരിക്കും എന്ന അർത്ഥത്തിലാണ്. അവൻ എത്തിയിരിക്കും അല്ലെങ്കിൽ അവൻ വന്നിരിക്കും എന്ന അർത്ഥത്തിലാണ്. ഹീ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. ഹീ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക് ബൈ ടുമാറോ എന്ന് പറഞ്ഞാൽ നാളെ ആവുമ്പോഴേക്കും അവൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കും, ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന അർത്ഥത്തിലാണ് വിൽ ഹാവ് ഉപയോഗിക്കുന്നത്. വിൽ ഉപയോഗിക്കുമ്പോൾ V1 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലായല്ലോ. വിൽ ഹാവ് ഉപയോഗിക്കുമ്പോൾ വളരെ ഡിഫറൻ്റാണ്. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. കുഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് എബിലിറ്റി കാണിക്കുന്നതിനാണ്. മുൻപ് കഴിയുമായിരുന്നു പക്ഷേ ഇപ്പോൾ കഴിയുന്നില്ല എന്ന് കാണിക്കാൻ. ഐ കുഡ് ഡാൻസ് വെൽ വെൻ ഐ വാസ് യങ് ബട്ട് നൗ ഐ കാൺട്ട്. കുഡ് ആണ് അവിടെ ഉപയോഗിച്ചത്. ഇനി കുഡ് ഹാവ്, നിനക്ക് ഇന്നലെ ഡാൻസ് ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ നീ ചെയ്തില്ല.
യു കുഡ് ഹാവ് ഡാൻസ്ഡ് യെസ്റ്റർഡേ. പക്ഷേ ചെയ്തില്ല. ചെയ്യാതിരുന്ന ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നർത്ഥത്തിലാണ്. ഇനി അടുത്തത് ഷുഡ് ആൻഡ് ഷുഡ് ഹാവ്. യു ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം. അതൊരു അഡ്വൈസാണ്. നീ ഇംഗ്ലീഷ് സംസാരിക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ ഷുഡ് ഹാവ് ഉപയോഗിക്കുക. യു ഷുഡ് ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് സംസാരിക്കണമായിരുന്നു, പക്ഷെ ചെയ്തില്ല. ഇനി അടുത്തത് മേ ആൻഡ് മേ ഹാവ്. ഹീ മേ മീറ്റ് ഹെർ. അവൻ അവളെ മീറ്റ് ചെയ്തേക്കാം. ഹീ മേ ഹാവ് മെറ്റ് ഹെർ. അവൻ അവളെ മീറ്റ് ചെയ്തിട്ടുണ്ടാകാം. ഇനി മൈറ്റ്, അത് കുറഞ്ഞ പോസിബിലിറ്റിയാണ്. ഹീ മൈറ്റ് മീറ്റ് ഹെർ. അവൻ ഒരു പക്ഷേ അവളെ മീറ്റ് ചെയ്തേക്കാം. ഹീ മൈറ്റ് ഹാവ് മെറ്റ് ഹെർ. അവൻ അവളെ ഒരു പക്ഷേ മീറ്റ് ചെയ്തിരിക്കാം. അടുത്തത് വിൽ ആൻഡ് വിൽ ഹാവ്. ഹി വിൽ കം ടുമാറോ. അവൻ നാളെ വരും. ഹീ വിൽ ഹാവ് കം ബൈ ദിസ് ടൈം ടുമാറോ. നാളെ ഈ സമയമാകുമ്പോഴേക്കും അവനിവിടെ വന്നിരിക്കും. അപ്പോൾ ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് തന്നെ കരുതുന്നു.